നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുതുവർഷം പടിവാതിലിൽ. 2024 വിട പറയാൻ മണിക്കൂറുകൾ മാത്രം. നാടാകെ ആഘോഷം. കോട്ടയത്ത് പാപ്പാഞ്ഞിയെ കത്തിച്ച് ആഘോഷം. പുതുവർഷാഘോഷം അതിരുവിടാതിരിക്കാൻ മുൻകരുതലുമായി പോലീസ്. രാത്രി 11-ന് ജില്ലാ അതിർത്തി അടയ്ക്കും. പട്രോളിംഗ് ശക്തം. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടി ഒരുങ്ങി. ജനുവരി 2 മുതൽ 5 വരെ സമ്മേളനം. 5-ന് ചുവപ്പ് സേന മാർച്ച്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ജില്ലാ സെക്രട്ടറി. വാർത്തകൾ വിശദമായി. പുതുവർഷത്തെ വരവേൽക്കാനും പോയ വർഷത്തെ യാത്രയാക്കാനും കാർണിവലുമായി കോട്ടയംകാരും. വടവാതൂർ മോസ്കോ ബണ്ട് റോഡിലെ തണലോരത്തെ കോട്ടയം കാർണിവലിലാണ് ഇന്ന് രാത്രിയിൽ പുതുവത്സരാഘോഷം അരങ്ങേറുന്നത്. ബണ്ട് റോഡിൽ മീനന്തറയാറിന് സമീപത്തെ പാടത്ത് ഒരുക്കിയ പാപ്പാഞ്ഞിയെ രാത്രി 12 മണിക്ക് കത്തിക്കും. ആഹ്ലാദാരവങ്ങളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാട്. പോയ വർഷത്തെ യാത്രയാക്കാനും പുതുവർഷത്തെ വരവേൽക്കാനുമായി ഫോർട്ട് കൊച്ചിയിലെന്ന പോലെ കാർണിവലുമായി കോട്ടയംകാരും ഒരുങ്ങി. വടവാതൂർ മോസ്കോ ബണ്ട് റോഡിൽ തണലോരത്തെ കോട്ടയം കാർണിവലിലാണ് ഇന്ന് രാത്രിയിൽ പുതുവത്സരാഘോഷം അരങ്ങേറുന്നത്. രാത്രി 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിക്കും. ഇതിനായി ഇക്കുറി ബണ്ട് റോഡിൽ മീനന്തറയാറിന്റെ സമീപത്തെ പാടശേഖരത്തിൽ 42 അടി ഉയരത്തിലായി പാപ്പാഞ്ഞിയെ ഒരുക്കി. 1.25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 12 ദിവസം കൊണ്ടാണ് പാപ്പാഞ്ഞിയെ ഒരുക്കിയത്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടിയാണ് കോട്ടയം കാർണിവൽ സൊസൈറ്റി പ്രസിഡന്റ്. 2025 വരവേൽക്കുന്നതിന് വേണ്ടി വിജയപുരം ഗ്രാമപഞ്ചായത്തും കാർണിവൽ സൊസൈറ്റിയും നമ്മുടെ നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരുടെയും ഒന്നിച്ച് സന്തോഷകരമായി തന്നെ 2025 വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. വലിയ ഒരു സാന്നിധ്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ തീർത്തിട്ടുണ്ട്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിന് വേണ്ടി വടവാതൂർ ESIയുടെ ഭാഗത്തും മോസ്കോയുടെ തോപ്പിലും 2 സൈഡിലും പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വൈകിട്ട് തിരുവനന്തപുരംകാരുടെ ഗാനമേളയോട് കൂടി തുടങ്ങുന്ന ആഘോഷം രാത്രി 12 മണിയോടുകൂടി പാപ്പാഞ്ഞി കത്തിച്ച് ഞങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ ഈ വർഷത്തെ പുതുവത്സരത്തെ ഞങ്ങളെല്ലാം സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പുതുവത്സരത്തെ വരവേൽക്കാൻ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-ലധികം ആളുകളാണ് കാർണിവലിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുവത്സരാഘോഷം അതിരുകടക്കാതിരിക്കാൻ കർശന നിയന്ത്രണവുമായി കോട്ടയം ജില്ലയിലെ പോലീസ് സംഘം. രാത്രി 11 മണിക്ക് ജില്ലാ അതിർത്തികൾ അടയ്ക്കും. പുതുവത്സരാഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ കർശന നടപടിയുമായി ജില്ലാ പോലീസ്. പുതുവത്സരാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിക്കും. ഇന്ന് രാത്രി 11-ന് ജില്ലാ അതിർത്തി അടയ്ക്കും. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും രാത്രിയിൽ ഹാജരാകണമെന്ന് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് നിർദ്ദേശിച്ചു. ആഘോഷ സ്ഥലങ്ങളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ ഒരുക്കി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കൂടാതെ പ്രധാന റോഡുകളിൽ ഹൈവേ പെട്രോളിംഗ് സ്ക്വാഡും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPM കോട്ടയം ജില്ലാ സമ്മേളനം ജനുവരി 2 മുതൽ 5 വരെ പാമ്പാടിയിൽ നടക്കും. 3-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 5-ന് ചുവപ്പ് സേന മാർച്ച് നടക്കും. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കോട്ടയം ജില്ലാ സമ്മേളനം ജനുവരി 2 മുതൽ 5 വരെ പാമ്പാടിയിൽ നടക്കും. ജനുവരി 3-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ, K രാധാകൃഷ്ണൻ, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, VN വാസവൻ, KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, PK ബിജു എന്നിവർ പങ്കെടുക്കും. ജനുവരി 5-ന് ചുവപ്പ് സേന മാർച്ചും പ്രകടനവും നടക്കും. തുടർന്ന് പാമ്പാടി കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് CPM ജില്ലാ സെക്രട്ടറി AV റസൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ 289 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ജില്ലയിലെ 12 ഏരിയകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 289 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അതുകൂടാതെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ 38 പേർ, സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും 10 സഖാക്കളാണ് പങ്കെടുക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദൻ മാഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, AK ബാലൻ, K രാധാകൃഷ്ണൻ, CS സുജാത എന്നിവരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സഖാക്കൾ TP രാമകൃഷ്ണൻ, VN വാസവൻ,
KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, PK ബിജു എന്നീ 5 പേർ, അങ്ങനെ 10 പേരാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. 3-ാം തീയതി രാവിലെ തുടങ്ങും. 5-ാം തീയതി ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. ദീപശിഖ, പതാക, കൊടിമര, ബാനർ ജാഥകൾ, സെമിനാറുകൾ, കലാ സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ തുടങ്ങി നിരവധി അനുബന്ധ പരിപാടികളോടെയാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1761 ബ്രാഞ്ച് സമ്മേളനങ്ങളും 124 ലോക്കൽ സമ്മേളനങ്ങളും 12 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് AV റസൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അധ്യാപകൻ സ്കൂളിന് സമീപം കുഴഞ്ഞു വീണ് മരിച്ചു. ചെറുവള്ളി പാവട്ടിക്കൽ R. അനൂപാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. കായംകുളം കറ്റാനം കുറത്തിക്കാട് NSS ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ്. തിങ്കളാഴ്ച രാവിലെ ബസ് ഇറങ്ങി സ്കൂളിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു സംഭവം. 9 വയസ്സുകാരി ഭവാനി ദേവി, 3 മാസം പ്രായമുള്ള ഭാനുപ്രിയ എന്നിവർ മക്കളാണ്. ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ സഫലം 55+ന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. പാലാ DYSP K. സദൻ ഉദ്ഘാടനം ചെയ്തു. പ്രായമേറിയവർ ഏതെങ്കിലും തരത്തിൽ മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് പാലാ DYSP K. സദൻ ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ സഫല 55+ സംഘടിപ്പിച്ച ന്യൂ ഇയർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഇതുവഴിയുള്ള നിരവധി തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണെന്നും DYSP K. സദൻ ചൂണ്ടിക്കാട്ടി. അതിനുള്ള ബെനിഫിറ്റ് അപ്പോൾ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്യാണ്. ഇത്ര രൂപ തുടങ്ങിയത് 10,000-ലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ. 10,000-ൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ബിസിനസ്സിലൊരു 5,000 rupees ഏൺ ചെയ്തു. അപ്പോൾ ആ ഏൺ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ കാണിക്കണം. യു ഹാവ് ഏൺ ദിസ് മച്ച് എന്നുണ്ട്. അപ്പം പൈസ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ 10,000 കൊടുത്തപ്പോൾ 5,000 ലാഭം കിട്ടി. അപ്പോൾ 10 എന്നുള്ളത് 50 ആയി, 1 പിന്നീട് ഇതിങ്ങനെ കൂടി വന്നു. അവസാനം അക്കൗണ്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് എന്തെങ്കിലും വിഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോഴാണ് പോയതല്ലാതെ ഒന്നും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സഫലം പ്രസിഡന്റ് MS ശശിധരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സിനി ആർട്ടിസ്റ്റ് ഹരി നമ്പൂതിരി, ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയലിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. DYSP K. സദൻ അതിഥികളായ ഹരി നമ്പൂതിരി, ജോർജ് കള്ളിവയലിൽ, VM അബ്ദുൾ ഖാൻ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മജീഷ്യൻ കണ്ണൻമോൻ അവതരിപ്പിച്ച മെന്റലിസം ഷോയും ശ്രദ്ധേയമായി. അരങ്ങുണർത്തൽ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. സെക്രട്ടറി VM അബ്ദുൾ ഖാൻ, സുഷമ രവീന്ദ്രൻ, രവി പുലിയന്നൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാടശേഖരത്തെ വെള്ളം വറ്റിക്കുന്നതിനുള്ള പമ്പ് സെറ്റ് തകരാറിലായതിനെ തുടർന്ന് നീണ്ടൂരിൽ 130 ഏക്കറിലെ നെൽകൃഷി വെള്ളത്തിലായി. വായ്പയെടുത്തും നിലം പാട്ടത്തിനെടുത്തുമൊക്കെ കൃഷി ചെയ്ത 60ഓളം കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴക്കരി പാടശേഖരത്തിലെ 130-ലധികം ഏക്കർ നിലത്തെ നെൽകൃഷിയാണ് വെള്ളം കയറി നാശത്തിന്റെ വക്കിലായത്. 2 മാസം മുൻപ് ഇവിടെ കൃഷി ഇറക്കിയ നെൽച്ചെടി വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് നശിച്ചിരുന്നു. തുടർന്ന് കർഷകർ ബാങ്കുകളിൽ നിന്നും മറ്റും പണം വായ്പയെടുത്താണ് രണ്ടാമത് കൃഷി ഇറക്കിയത്. പമ്പ് തകരാർ മൂലം പാടത്ത് വെള്ളം കെട്ടി നിന്ന് ഈ കൃഷിയും ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. 60-ലധികം കർഷകരാണ് സ്ഥലം പാട്ടത്തിനെടുത്തും അല്ലാതെയുമായി ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിക്കാരന് 1 ഏക്കറിനായിട്ട് 30,000 രൂപ താഴെ ഇപ്പോൾ മുടക്കുണ്ട്. അതായത് വെള്ളം കണ്ടടിക്കുന്നത്, മരുന്നടിക്കുന്നത്, ചെറിയ മരുന്നടിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ ഒതളുകൾ അടയ്ക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്ത് ഇത്രയും പൈസ മുടക്കിയാണിത്. നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പദ്ധതി എന്നെ സംബന്ധിച്ച് ഞാനും ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന മാല വരെയും പണയം വെച്ചിട്ടാണ് നമ്മളിത് കൃഷി ഇറക്കിയത്. ആദ്യത്തെ കൃഷി മൊത്തം പോയി, പാടെ പോയി. രണ്ടാമത് ഞങ്ങൾ വീണ്ടും അതേപോലെ തന്നെ ഒന്നാമത് എത്രത്തോളം നമ്മൾ വിത്ത് വിതയ്ക്കുന്നു അത്രയും വിത്ത് മേടിച്ചാണ് അടുത്ത് വിതച്ചിരിക്കുന്നത്. അടുത്ത് വിതച്ച് വിത മാറിയപ്പോൾ അടുത്ത മോട്ടറും കത്തിപ്പോയി. ആദ്യം ഒരു മോട്ടർ കേടായിപ്പോയി, അതുണ്ടാക്കി വന്ന് അടുത്ത മോട്ടർ ഇപ്പോൾ രണ്ടാമത് കത്തിയിരിക്കുക. അതും 50 HP മോട്ടർ തന്നെയാണ് കത്തിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും സാറ് കാണാപ്പോൾ വെള്ളം മൂടിക്കിടക്കുക. അതിനുശേഷം ഇപ്പോൾ വേറെ ഒരു 30ൻ്റെ മോട്ടർ ഇവർ തന്നെ അഡീഷണൽ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വെള്ളം പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇത് സക്സസ്ഫുൾ ആകത്തില്ല.
ഒരു വർഷം ഈ പാടശേഖരത്തിൽ നിന്ന് ശരാശരി 2600 ക്വിന്റൽ നെല്ലാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 2018 പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽപ്പെടുത്തി പാടശേഖരത്തിന് ചുറ്റും ബണ്ട് നിർമ്മിക്കാൻ 2.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാടശേഖരത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സംരക്ഷണ കവചം പൊളിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പിടിവാശികൾ മൂലം പദ്ധതി നിന്നുപോയതായി കർഷകർ പറയുന്നു. തുടർന്ന് സർക്കാർ KLDC പദ്ധതി പ്രകാരം പാടത്ത് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി 50 HP-യുടെ പമ്പ് സെറ്റ് അനുവദിച്ചു. എന്നാൽ സ്ഥാപിച്ച 15 ദിവസം പിന്നിട്ടപ്പോഴേക്കും പമ്പ് സെറ്റ് പണിമുടക്കി. കർഷകർ മുൻകൈയെടുത്ത് പമ്പ് സെറ്റ് നന്നാക്കി. എന്നാൽ പാടശേഖരത്തിലേക്ക് വഴിയില്ലാത്തതിനാലും കനാലിൽ പോളയും പുല്ലും നിറഞ്ഞ് വള്ളം പോലും പോകാൻ പറ്റാത്തതിനാലും പമ്പ് സെറ്റ് തിരികെ എത്തിച്ച് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. പാടത്തെ വെള്ളക്കെട്ട് ഒരാഴ്ച കൂടി തുടർന്നാൽ 130 ഏക്കറിലെയും നെൽകൃഷി വീണ്ടും നശിക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെയും കാണക്കാരി, മാഞ്ഞൂർ, കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളുടെയും സാമ്പത്തിക സഹായത്തോടെ മാഞ്ഞൂർ ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ക്ഷീര കർഷകർക്കായി നടപ്പാക്കുന്ന സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 048292437878. അപേക്ഷകൾ തീർപ്പാക്കാനായി കോട്ടയം RTO ഓഫീസിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു. നവംബർ 31 വരെ കോട്ടയം ട്രാൻസ്പോർട്ട് ഓഫീസിൽ സമർപ്പിച്ച നാളിതുവരെ തീർപ്പാക്കാത്ത അപേക്ഷകളിൽ തുടർ നടപടിയെടുക്കാനാണ് അദാലത്ത്. ജനുവരി 8, 9, 10 തീയതികളിൽ കോട്ടയം RTO ഓഫീസിലാണ് ഫയൽ തീർപ്പാക്കൽ അദാലത്ത് നടക്കുക. വാഹന ഉടമകൾ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് RTO അറിയിച്ചു. കോടതിപ്പിഴ ഈടാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ കൂവപ്പള്ളി വില്ലേജ് ബ്ലോക്ക് 8-ലുള്ള 1.21 ഏക്കർ വസ്തുവിന്റെ പുനർലേലം ജനുവരി 3 രാവിലെ 11 മണിക്ക് കൂവപ്പള്ളി വില്ലേജ് ഓഫീസിൽ വെച്ച് നടത്തും. വിവരങ്ങൾക്ക് ഫോൺ 0482820231. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷം പടിവാതിലിൽ 2024 വിട പറയാൻ മണിക്കൂറുകൾ മാത്രം. നാടാകെ ആഘോഷം. കോട്ടയത്ത് പാപ്പാഞ്ഞിയെ കത്തിച്ച് ആഘോഷം. പുതുവർഷാഘോഷം അതിരുവിടാതിരിക്കാൻ മുൻകരുതലുമായി പോലീസ്. രാത്രി 11-ന് ജില്ലാ അതിർത്തി അടയ്ക്കും. പട്രോളിംഗ് ശക്തം. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടി ഒരുങ്ങി. ജനുവരി 2 മുതൽ 5 വരെ സമ്മേളനം. 5-ന് ചുവപ്പ് സേന മാർച്ച്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ജില്ലാ സെക്രട്ടറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.